വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ 1 കിലോ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കഴുകുക, അതിനുശേഷം ഒന്ന് തുടച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് പീൽ ചെയ്തെടുക്കുക. പുറംതൊലിയെല്ലാം പീൽ ചെയ്ത് കളയുക. നല്ല ഉപ്പ് വെള്ളത്തിലും വിനാഗിരിയിലും ഒക്കെ ഇട്ട് കഴുകുക, അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ പീൽ ചെയ്ത് കളഞ്ഞിട്ട് നമുക്കിത് ചെറിയ പീസായിട്ട് ഒന്ന് മുറിച്ചെടുക്കാം. ഇത് ഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഗ്രേറ്റ് ചെയ്യാതെയാണ് നമ്മൾ ഈ ഹൽവ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോപ്പിലത്തെ ആ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. കാരണം അതിനൊക്കെ ചെറിയൊരു കയ്പുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം മുറിച്ച് മാറ്റുക. അപ്പോൾ ഇത് മുഴുവനും ഞാനിപ്പോൾ പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ക്യാരറ്റും ഇങ്ങനെ രണ്ടായിട്ട് നടുവിൽ കീറിയതിന് ശേഷം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്കിത് മുഴുവനും ഇരുന്ന് ഗ്രേറ്റർ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്യാതെ തന്നെ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ക്യാരറ്റ് ജ്യൂസി ക്യാരറ്റ് അല്ല. നമുക്ക് ദേശി ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ ചുമന്ന കളറിലുള്ളൊരു ക്യാരറ്റ് കിട്ടും. അത് കിട്ടുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. അതാണ് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ അത് വെച്ചുണ്ടാക്കുക. ഇത് വെച്ചുണ്ടാക്കിയാലും കുഴപ്പമില്ല. ഇതായി കിട്ടുന്നുള്ളെങ്കിൽ ഇത് വെച്ചുണ്ടാക്കാം. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അതിനുവേണ്ടി ഞാനിവിടെ വലിയ കുക്കറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ക്യാരറ്റ് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ചെറുതായിട്ടൊന്ന് ചൂട് തട്ടിച്ചാൽ മതി. പിന്നെ നമ്മളിതിനകത്തിപ്പം കുറച്ച് ഏലക്ക ചേർത്ത് കൊടുക്കും. ഏലക്ക മുഴുവനായിട്ട് ചേർക്കുകയാണെങ്കിൽ ആദ്യം ആ ചൂടായ നെയ്യിൽ അത് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചൂടാക്കിയതിന് ശേഷം ഈ ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. അതല്ല പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഇപ്പോൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഞാനിവിടെ പൊടിയാണ് ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൊടി ഇട്ടത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചേർത്തത്. ഏലക്ക മുഴുവനായിട്ട് ഇടുന്നെങ്കിൽ ചൂട് നെയ്യിൽ ഇട്ട് കൊടുക്കുക. അതൊന്ന് മുറിച്ച് അതിൻ്റെ ആ തൊലി ഇളക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി ഇതൊന്ന് 2 വിസിൽ വരുന്നവരെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കാം. മീഡിയം ഫ്ലെയിമിൽ വെക്കാവൂ, കൂടുതൽ വലിയ ഫ്ലെയിം വെക്കരുത്. വെള്ളമൊന്നും ഒഴിക്കണ്ട. വെള്ളമൊക്കെ ഈ ക്യാരറ്റിന് തന്നെ വന്നോളൂ. അപ്പോൾ വെള്ളം ഒഴിക്കാതെ തന്നെ നമുക്കിത് വേവിച്ചെടുക്കണം. 2 വിസിൽ മതി. 1 വിസിലാകുമ്പോഴേക്കും വേവും. എന്നാലും ഒരു വിസിലും കൂടെ ഇട്ടേക്കാം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നല്ല തണുത്തതിന് ശേഷം മാത്രമേ കുക്കർ ഓപ്പൺ ചെയ്യാവൂ. അപ്പം നമ്മൾ ഈ എടുക്കുന്ന കുക്കർ നമ്മൾ കറിയൊക്കെ വയ്ക്കാൻ ഉപയോഗിക്കുന്ന കുക്കർ എടുക്കാതെ നമ്മൾ അധികം കറിയൊന്നും വയ്ക്കാൻ എടുക്കാത്ത വേറെ കുക്കർ ഉണ്ടെങ്കിൽ അതെടുക്കുക. കാരണം കറിയുടെയൊക്കെ ടേസ്റ്റ് ഇതിൽ വന്നാൽ ശരിയാവില്ല. അപ്പോൾ ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കുക്കർ. 2-3 കുക്കറുണ്ട്. അപ്പോൾ ഒരു കുക്കർ ഞാൻ ഇങ്ങനെയുള്ള റെസിപ്പീസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പായസം ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ട്, ചോറ് വെക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ അതിൽ കറികളൊന്നും വെക്കാറില്ല. അപ്പോൾ അങ്ങനത്തെ കുക്കർ എടുക്കുക. ഇനി മറ്റേ കുക്കറാണ് എടുക്കുകയാണെങ്കിൽ നല്ലോണം തേച്ച് കഴുകിയിട്ടൊക്കെ എടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഈ ക്യാരറ്റ് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഒരു തവിയുടെ സൈഡ് വെച്ചിട്ട് ബാക്ക് സൈഡ് വെച്ചിട്ട് ഉടയ്ക്കാം, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് ഉടച്ചു കൊടുക്കാം. നന്നായിട്ട് ഉടച്ചെടുക്കുക. പെട്ടെന്ന് ഉടയും, കാരണം നന്നായിട്ട് ഇത് വെന്തിരിക്കുകയാണ്. അപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതിൻ്റെ അതേ ഇഫക്റ്റ് നമുക്ക് ഈ ഉടച്ചെടുക്കുന്ന ക്യാരറ്റ് കൊണ്ട് കിട്ടും. ഇപ്പോൾ 1 ലിറ്റർ പാലാണ് ഞാനിതിൽ ചേർക്കുന്നത്. 1 കിലോ ക്യാരറ്റിന് 1 ലിറ്റർ പാൽ അത് വേണം. അപ്പോൾ 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. തിളപ്പിക്കുമ്പോൾ മീഡിയം ഫ്ലെയിമൊന്നും വേണ്ട, ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ തിളപ്പിക്കാം. കാരണം നമുക്കിത് പെട്ടെന്ന് അപ്പോൾ റെഡിയാക്കി എടുക്കാൻ പറ്റും. മീഡിയം ഫ്ലെയിമൊക്കെ ആണെങ്കിൽ കുറേ സമയം നമുക്ക് പിന്നെ വന്ന് ഇങ്ങനെ ഇളക്കി നിൽക്കണം. അപ്പോൾ ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഇവിടെ തന്നെ നിന്ന് ചെയ്താൽ മതി. പാടയൊന്നും വരാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു അളവിനുണ്ട്. ഇതിന് നല്ലതായിട്ടൊന്ന് തിക്കൻ ചെയ്യണം. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിവിടെ തന്നെ നിന്നിട്ട് ഒന്ന് ഇളക്കിയെടുത്താൽ മതിയാവും. അപ്പോൾ അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു പായസത്തിൻ്റെ റെസിപ്പി ഇത് വെച്ച് ചെയ്യാം. 2 റെസിപ്പി ചെയ്യാം ഒരു സാധനം വെച്ചിട്ട് തന്നെ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിയിട്ട് ഇതൊന്ന് തിക്കൻ ചെയ്തെടുക്കാം. പിന്നെ ചിലർ ഇതിനകത്ത് പാല് വറ്റിച്ച് ഖോയ അതൊക്കെ ചേർക്കാറുണ്ട്. പല വേരിയേഷൻസ് ഉണ്ട് ഈ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുന്നതിന്. ഇപ്പം ഞാനൊരു ഈസി മെത്തേഡ് എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര ചേർക്കുന്നുള്ളൂ. 1 കപ്പ് പഞ്ചസാര എന്ന് പറയുമ്പോൾ അത്യാവശ്യം മധുരം കിട്ടും. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ഇഷ്ടമാണ് പഞ്ചസാര എത്ര വേണം എന്നുള്ളത്. ഞാനിവിടെ പഞ്ചസാര ആഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോ റെക്കോർഡായിട്ടില്ല, അപ്പോൾ അത് വന്നിട്ടില്ല. അപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ആഡ് ചെയ്തതിന് ശേഷം അത് കുറച്ചൊന്ന് വാട്ടറി ആവും. അപ്പോൾ ആ സ്റ്റേജെല്ലാം കഴിഞ്ഞു പോയി, അതൊന്നും റെക്കോർഡായില്ല. ഇതിപ്പോൾ തിക്കണായിട്ടുണ്ട് ഇതിപ്പോൾ കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് റെക്കോർഡായിട്ടില്ല, എന്താ പറ്റിയെന്നറിയില്ല. അപ്പോൾ ഇനി കുറച്ച്
നെയ്യ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യോളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ചുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കുക. അത്രേ ഉള്ളൂ. ഇപ്പോഴേക്കും റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ വേണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ചൂടാക്കി ഒന്ന് വറ്റിച്ചെടുക്കാം. ഇത് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് കട്ടിയാവും. അപ്പോൾ ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് കട്ടിയായിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ചോപ്പ് ചെയ്തിരിക്കുന്ന ബദാമും കാഷ്യൂനട്ടും പിസ്തായും ഒക്കെ ഇട്ട് നമുക്കിത് സെർവ് ചെയ്യാം. വേണമെങ്കിൽ കുറച്ച് ഡ്രൈ ഗ്രേപ്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് എന്താ ഇട്ട് കൊടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇത് ഗ്രേറ്റ് ചെയ്തിട്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത്, കട്ട് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ആർക്കും പറയാൻ പറ്റില്ല ഇത് ഗ്രേറ്റ് ചെയ്തിട്ടല്ല ഈ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കിയിരിക്കുന്നത്, ഒന്നും ആർക്കും മനസ്സിലാവില്ല. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹൽവയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ടാണ് ആവശ്യം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കമൻറ്റും കൂടെ ചെയ്യുക. അപ്പോൾ താങ്ക് യു. ബൈ ബൈ.